നമസ്കാരം. ഒരു കാര്യം പറഞ്ഞേക്കാം. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം. എന്നുവെച്ചാൽ മദ്യം വർജിക്കുക, നമുക്ക് മദ്യം നിഷിദ്ധം എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ഇതിപ്പോഴേ ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ എടുത്ത തീരുമാനമാണ്. നിങ്ങളാരും മദ്യപിക്കരുത് കേട്ടോ, മദ്യപിക്കാൻ പാടില്ല, മദ്യപാനം തെറ്റാണ്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ കരളിനെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്നതാണ്, നമ്മുടെ കിഡ്നി അടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും മദ്യപിക്കരുത്. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ എല്ലാവരും കേട്ടേനെ ഇന്ന് ഒരു മദ്യമുക്ത കേരളമായി നമ്മൾ മാറിയേനെ. മദ്യവിമുക്ത കേരളം, ലഹരി വിമുക്ത പ്രദേശം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയേനെ. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത്. നമ്മൾ മദ്യവർജനമാണ് നമ്മുടെ നയം, ഓർമ്മ വേണം അല്ലേ? അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. പൊതുവിൽ തീരുമാനം ഉള്ളതാണ്, ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അതായത് മദ്യപിക്കാൻ പാടില്ല, പാർട്ടി പ്രവർത്തകർ മദ്യപിക്കാൻ പാടില്ല. അത് CPM ആണെങ്കിലും ശരി, CPI ആണെങ്കിലും ശരി, ആരും മദ്യപിക്കരുത്, മദ്യത്തിനോട് നോ പറയണം എന്നുള്ളതാണ്. പക്ഷെ എന്ത് ദൗർഭാഗ്യവശാൽ ഏത് പാർട്ടി സമ്മേളനം നടന്നാലും ഏത് പാർട്ടി കമ്മിറ്റി നടന്നാലും ഇത് കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത് നമ്മുടെ നേതാക്കന്മാർക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. ഇത് ആർക്കും അറിയാം, ബിനോയ് വിശ്വത്തിനും അറിയാം. അപ്പോൾ ഈ മദ്യപിക്കരുത് എന്നൊരു പാർട്ടി പ്രവർത്തകനോട് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് പറഞ്ഞെന്താണ്? മദ്യവർജനമാണ് നമ്മുടെ നയം. മദ്യവർജനം എന്ന് പറയുന്ന നയം എടുത്ത് തോളയിട്ടുകൊണ്ട് നടക്കുന്ന എത്ര പാർട്ടി പ്രവർത്തകരുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മദ്യവർജനം എന്ന് പറയുന്ന നയം എടുത്ത് 8 മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ വെള്ളമടിച്ച് 4 കാലിൽ നടക്കുന്ന പരിപാടി പാർട്ടി പ്രവർത്തകർ അവസാനിപ്പിക്കണം. അത്രയും നല്ല കാര്യമാണ്. മദ്യപിച്ച് 4 കാലിലൊക്കെ ഈ പൊതുവേദിയിലൊക്കെ 4 കാലിൽ എത്തുക എന്ന് പറയുന്ന നാണംകെട്ട പരിപാടിയാണ്. അതായത് ഇഴഞ്ഞ് നടക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രയോഗം തന്നെ, ഈ 4 കാലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മദ്യപിച്ചു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു, അങ്ങനെ മദ്യപിച്ച് 4 കാലിൽ വന്ന് പൊതുമധ്യത്തിലേക്ക് വരാൻ പാടില്ല, ജനങ്ങളെ അറിയിക്കരുത് നിങ്ങൾ കള്ളു കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെന്ത് ചെയ്യണം സഖാവേ എന്നായി ബാക്കിയുള്ളവരുടെ ചോദ്യം. സഖാവേ പിന്നെ ഞങ്ങൾ എന്നാ വേണം? ഞങ്ങൾക്ക് എന്തായാലും 2 അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പാർട്ടി സമ്മേളനമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സമര പരിപാടിക്ക് പോയി അവിടെ നിന്ന് പോലീസിൻ്റെ തല്ലും മേടിച്ച് പോകുമ്പോൾ 2 അടിച്ചില്ലേ മേലുവേദനയാന്നേ എന്ന് പറഞ്ഞു പോയി. പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഈ മദ്യവർജനം തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ചെറുത് എവിടെന്നെങ്കിലും ബീവറേജിൽ എവിടെയെങ്കിലും പോയി ഒരെണ്ണം എടുത്തുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചോളൂ നിർബന്ധമാണെങ്കിൽ. ഇതാണോ പാർട്ടിയുടെ നയം? ഇങ്ങനെയാണോ പാർട്ടിയുടെ ഒരു നയം? ഈ പറയുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പാസ്സാക്കിയ ഒരു നയം അവതരിപ്പിക്കേണ്ടത് ഒരു പാർട്ടി സെക്രട്ടറിയാണ് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയാണോ ഒരു പാർട്ടി നയം അവതരിപ്പിക്കുന്നത്? അല്ലെ നയം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണോ? അത് നയം പറഞ്ഞു, പാർട്ടി മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, പാർട്ടി പ്രവർത്തകർ മദ്യപിച്ച് 4 കാലിൽ പൊതുമധ്യത്തിൽ വരരുത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് മദ്യപിച്ചോളൂ, പൊതുമധ്യത്തിൽ മദ്യപിക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഞങ്ങൾ കുത്തകകൾക്കെതിരാണ്. കള്ളക്കടത്തുകാർ, ബാർ ഉടമകൾ, വമ്പം പണക്കാർ, ഇവരുടെയൊക്കെ സ്വാധീന വലയത്തിൽ പോയി നിന്നിട്ട് ഇവരോടൊക്കെ പണം വാങ്ങിച്ച് എവിടെയെങ്കിലും പോയിരുന്ന് മദ്യപിക്കരുത്, അല്ലെങ്കിൽ ഇവരുമായി കമ്പനി കൂടിക്കൊണ്ടെങ്കിൽ മദ്യപിക്കരുത്. കൊള്ളാല്ലേ? എന്താണ് നമ്മുടെ ആ CPIയുടെ പാർട്ടി നയം? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മദ്യവർജനമെന്ന് ആദ്യം പറയുന്നു, മദ്യപിക്കാം, വീട്ടിൽ ഇരുന്ന് മദ്യപിക്കാം എന്ന് പറയുന്നു, തെറ്റില്ല. അപ്പോൾ ഈ മദ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പകലരുത് പലരരുത് എന്ന് പറയുന്ന ഒരു പലരരുത് പലതരുത് എന്ന് പറയുന്ന കുറച്ച് അരുതുകളുണ്ട് മദ്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ്, പകല് കുടിക്കാൻ പാടില്ല, പലര് ചേർന്ന് കുടിക്കാൻ പാടില്ല, പല ബ്രാൻഡുകൾ അടിക്കാൻ പാടില്ല, അങ്ങനെ പറയുന്ന കുറച്ച് അരുതുകളുണ്ട്. ആ അരുതുകളുടെ കൂട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ അരുതുകൾ ഏതൊക്കെയാണ്? പലരരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഈ പറയുന്ന വലിയ പണക്കാർ, കള്ളക്കടത്തുകാർ, ബാറുടമകൾ, അപ്പോൾ ഇവരാണ് പലര്. ഈ പലരരുത് എന്ന് വെച്ചാൽ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്, ഇവരുടെ കൂടെ പോയിരുന്ന് മദ്യപിക്കരുത്, നാണക്കേടല്ലേ? നമ്മൾ പാർട്ടിക്കാർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അവരുടെ സ്വാധീന വലയത്തിൽ പോയി വീഴരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പാർട്ടി നയം ബിനോയ് വിശ്വം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടി നയം കണ്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ അടിക്കാതിരിക്കാനല്ല തോന്നിയത്, നന്നായി ചിരിക്കാനാണ് തോന്നിയത്.